കോഴിക്കോട് മുഹമ്മദ് ഷഹബാസ് കൊലപാതക കേസ് പ്രതികളുടെ പരീക്ഷാ കേന്ദ്രം മാറ്റാൻ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നു. സ്കൂളിലെ പരീക്ഷ പ്രതികൾ കഴിയുന്ന ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ നടത്തണം എന്നാണ് പോലീസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പരീക്ഷാ ഭവൻ സെക്രട്ടറിയും ജില്ലാ കളക്ടർക്കും പോലീസ് കത്ത് നൽകി കഴിഞ്ഞു. പ്രൈം ടൈം ബ്രേക്കിംഗുമായി ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. താങ്കൾ പറഞ്ഞതുപോലെ നാളെ ചില പ്രകടനങ്ങളും ചില പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, സാധാരണഗതിയിൽ പരീക്ഷകളിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് മാനസികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ചിലപ്പോൾ ഇത് ഉപകരിച്ചെന്ന് വരും. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടാണോ പോലീസ് ഈ ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്? ഇപ്പോൾ SKN പോലീസ് വളരെ ശാസ്ത്രീയമായി ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം ഇന്ന് കാലത്ത് നടന്നത് SKN കണ്ടതാണ്. ഒരേ സമയത്ത് പ്രതികളുടെ എല്ലാം വീട്ടിലേക്ക് പോലീസ് റെയ്ഡ് നടത്തുന്നു. ആ റെയ്ഡിലാണ് ഈ കൊലക്ക് കാരണമായ ഒരു മാരകായുധം കണ്ടെത്തിയത്. അതിനുശേഷം നിരവധി പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന വിവരം ലഭിക്കുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് വിവരങ്ങൾ, അതുപോലെ തന്നെ പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ട സമരങ്ങൾ വേറെയുമുണ്ട്. അങ്ങനെ അത്തരമൊരു ഘട്ടത്തിൽ SKN ജില്ലാ പോലീസ് മേധാവി KE ബൈജു ഒരു നിർദ്ദേശം നൽകുന്നു. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ സായൂജിനോട് ഈ പരീക്ഷാ കേന്ദ്രം മാറ്റാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസിൻ്റെ യോഗത്തിൽ തീരുമാനിച്ചു. അതിന് വിദ്യാഭ്യാസ വകുപ്പിനോട് അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പരീക്ഷാ ബോർഡ് സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ IP സാജു ഒരു കത്ത് നൽകിയിരിക്കുന്നു. പക്ഷേ ആ കത്തിൽ ഇപ്പോഴും മറുപടി കിട്ടാതെ പോലീസ്, ഈ കോഴിക്കോട് റൂറൽ പോലീസ് കാത്തിരിക്കുകയാണ്. കാരണം പരീക്ഷാ കേന്ദ്രം മാറിയില്ലെങ്കിൽ അവിടെ സ്കൂളിലേക്ക് പോയാൽ താമരശ്ശേരി സ്കൂളിൽ സംഘർഷം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ആ സാധ്യത കൂടി കാണിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പിന് പരീക്ഷാ കേന്ദ്രം മാറ്റാൻ, അതായത് കോഴിക്കോട് ഈ പ്രതികൾ കഴിയുന്ന ജുനൈൽ ജസ്റ്റിസ് ഹോമിൽ പ്രത്യേകം പരീക്ഷ എഴുതാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവിടത്തേക്ക് പരീക്ഷ മാറ്റാനാണ് പോലീസ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഇതിന് അനുകൂലമായ ഒരു തീരുമാനം ഈ ഘട്ടം വരെ വന്നിട്ടില്ല എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരെന്ന് മനസ്സിലാക്കിയത്. അവർ രാത്രി 10 മണി വരെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവിനായി കാത്തു നിൽക്കും. അത് കഴിഞ്ഞും ഉത്തരവ് വന്നില്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളെ കൊണ്ട്, അതായത് ഈ പ്രതികളെയും കൊണ്ട് പോലീസ് സന്നാഹവുമായി ഈ സ്കൂളിലേക്ക് പരീക്ഷയ്ക്ക് എഴുതിക്കാൻ വേണ്ടി കൊണ്ടുപോകേണ്ടി വരും. മറ്റൊരു കാര്യം, ഇന്ന് SKN ഈ ഷഹബാസിൻ്റെ പിതാവ് ഏറെ വികാരാധീനായി പറഞ്ഞത്, എൻ്റെ മകൻ പരീക്ഷ എഴുതുന്നില്ല, മറ്റുള്ളവർ ഈ പ്രതികൾ പരീക്ഷ എഴുതരുത്, കൊലയാളികൾ പരീക്ഷ എഴുതരുത് എന്നുള്ളതാണ്. ഇതൊരു വികാര പ്രകടനമാണ്. പക്ഷേ ഇതിന് സമാനമായ രീതിയിൽ പ്രതിഷേധങ്ങൾ നാളെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അത്തരമൊരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് പരീക്ഷാ കേന്ദ്രം മാറ്റുന്നതായിരിക്കും ഉചിതം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മണം. എന്തായാലും അതായത് ഈ മറ്റുള്ള റെഗുലർ കുട്ടികളോടൊപ്പം ഇവരെ 5 പേരെ ഇരുത്തി പരീക്ഷ എഴുതിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് നേരത്തേക്കെങ്കിലും മറ്റുള്ള കുട്ടികൾക്ക് അതൊരു ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കാണുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്ന പരീക്ഷ ഈ ജുവനൈൽ ഹോമിലേക്ക് തന്നെ മാറ്റുന്നതായിരിക്കും നല്ലത് എന്നാണ് തോന്നുന്നത്. അത് അധികാരികൾ തീരുമാനിക്കട്ടെ, വളരെ ഉചിതമായ തീരുമാനമെടുക്കട്ടെ. കാരണം നമ്മുടെ പ്രതീക്ഷ ഒന്നുമല്ല ഈ താമരശ്ശേരിയിൽ സംഭവിച്ചിട്ടുള്ളത്.